ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ട്രിപ്പ് പോയി, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഊട്ടി ട്രിപ്പ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യാഴാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. വ്യാഴാഴ്ച പറഞ്ഞാൽ 24-ാം തീയതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് രാവിലെ ഒരു 8 മണിയായപ്പോൾ ഞാനും ലച്ചുമോളൊക്കെ ചായ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ശുഭേട്ടൻ പറയണത്, പിന്നെ ഇന്നൊരു വയനാട് ട്രിപ്പ് ഉണ്ട്, അപ്പോൾ പോയാലോ ചോദിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്നാക്കിയതാണ് കേട്ടോ. കണ്ണൻ ഇവിടെ അല്ല, കണ്ണൻ വീതനശ്ശേരിയാണ്. ഓന് 2 ദിവസം മുന്നേ ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ്റെ കൂടെ അങ്ങനെ പോയതായിരുന്നു കേട്ടോ. വന്നിട്ടില്ല. അപ്പോൾ കണ്ണനെ പിന്നെ അച്ഛൻ അങ്ങോട്ട് ചന്തക്കുന്നുമ്മയ്ക്ക് എത്തിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ 9 മണിക്ക് ആയപ്പോഴത്തേന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പോയാൽ കുറച്ച് പിന്നെ ടൈം നമുക്ക് കിട്ടുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ശിവേട്ടൻ അങ്ങോട്ട് മുന്നിലേക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ ശിവേട്ടൻ. പിന്നെ ഒരു കാര്യം, പിന്നെ നേരം വഴുകാനുള്ള കാര്യമുണ്ട്. ശിവേട്ടൻ ഞാൻ ആദ്യം വാതിൽ പൂട്ടി ഇറങ്ങിയിട്ടാണ് എന്നോട് പറയണത് ഒരു ജോഡി ഡ്രസ്സും കൂടെ എടുത്തോ, ചിലപ്പോൾ സ്റ്റേ ഉണ്ടാവും എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പോൾ അതും കൂടെ എടുത്ത് വെപ്രാളത്തിൽ മണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്. അന്ന് രാവിലെ ആയതുകൊണ്ടേ ഞാൻ ചോറിനൊക്കെ അരി ഇട്ടായിരുന്നു, അത് ഊറ്റണം. പിന്നെ അതേപോലെ തന്നെ തിരുമ്പലും ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആവും കേട്ടോ നീക്കാൻ. അപ്പോൾ പിന്നെ ആക്കം പോലെ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു 8-ൻ്റെ പണിയും കിട്ടിയിട്ടോ. പിന്നെ ആ സമയത്ത് പറയുകൊണ്ട് ഒക്കെ റെഡിയാക്കിയിട്ട് വേണ്ടേ നമുക്ക് പോകാൻ, അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഏട്ടൻ്റെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ, ഇന്നോവയാണ്. അപ്പോൾ അതാ ഇത് പിന്നെ ഞാൻ ചന്തക്കുന്നുമെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോഴത്തേനും ഇതാ രേഷ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ പോണതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മാമേൻ്റെ മോന് ഷിജിയേട്ടനും വൈഫും വിജി 2 കുട്ടികൾ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അമ്മേൻ്റെ അനിയൻ്റെ മോന് വേണുവേട്ടനും രേഷ്മയും പിന്നെ ഓരോ കുട്ടികൾ കേട്ടോ. അപ്പോൾ രേഷ്മ അവിടെ ഉണ്ടായിരുന്നില്ല, ഓളെ വീട്ടിലായിരുന്നു, ചാത്തല്ലൂരായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓളെ അനിയൻ കൊണ്ടാക്കിയതാണ് ചന്തക്കുന്നുമ്മയ്ക്ക്. അപ്പോൾ തന്നെ കണ്ണന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണൻ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടി പിന്നെ ദാ ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഴിയിൽ ഗൂഡല്ലൂർ എത്തിയപ്പോൾ എല്ലാവർക്കും ഒന്ന് ബാത്റൂമിൽ പോകാറുണ്ട്. ഒരു ചായക്കടേൻ്റെ താഴെയാണ് കേട്ടോ, അത് അവരുടെ തന്നെ വീടാണ് തോന്നുന്നു. അവിടെ ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ചായക്കട. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അതാ ചായ കുടിക്കുകയാണ്. ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ചായ കുടിക്കുകയാണ്. പിന്നെ മെയിനായിട്ടിത് ട്രിപ്പ് ഉണ്ടായത് ഇവരൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് വയനാട്, അപ്പോൾ അങ്ങോട്ടും കൂടെ ആയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഊട്ടി പോവാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അതാ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. നല്ല പ്ലേസാണ് കേട്ടോ കാണാൻ. ഗൂഡല്ലൂരിൽ നിന്ന് അങ്ങോട്ട് കാണാൻ ഭയങ്കര ഭംഗിയിലെ കാപ്പിത്തോട്ടങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നല്ലോ. പിന്നെ ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ പോരലായതുകൊണ്ട് തന്നെ ഫോണിൽ കുറച്ച് ചാർജ് കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫോണ് വണ്ടിയിൽ തന്നെ അങ്ങനെ കുത്തിവെച്ചതായിരുന്നു. പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. മഴയിൽ ഇതാ നല്ല മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതാ കുതിരകളാണ് കേട്ടോ, 2 സൈഡിലും കുതിരകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 3:30 ആയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഊട്ടിക്ക് പോരുന്നത്. പിന്നെ രേഷ്മയൊക്കെ പോന്നിട്ടുണ്ട്, ഏട്ടനും തന്നെ ഇപ്പം അടുത്തെന്നോ കുറച്ച് മുന്നേ പോയിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട്, ഒരു തവണയെങ്കിലും പോയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് പോണത് കേട്ടോ. പിന്നെ വയനാട് വരെ വന്നിട്ടുണ്ട്, അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പോന്നിട്ടില്ല കേട്ടോ. നമ്മളും തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗൂഡല്ലൂർ വരെ വരുന്ന ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വരുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പുറത്തേക്ക് കാഴ്ചകൾ നല്ല ഭംഗിയാണ്. വീടുകളൊക്കെ ഇവിടുത്തെ പോലും നല്ല നല്ല കളർഫുള്ളാണ്. ചെറിയ ചെറിയ വീടാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ കാണാനൊക്കെ. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഒരു പ്രത്യേകത, എല്ലാവരും കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നടക്കുന്നത്. തണുപ്പെന്ന പക്ഷേ നല്ല തണുപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക്. ഒരു മീഡിയം തണുപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേന് തന്നെ. പിന്നെ സ്വെറ്റർ ഇട്ട് നടക്കേണ്ട ആ ഒരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെയിലുണ്ടായിരുന്നു, പക്ഷേ വെയിലിന് അത്ര ചൂട് തോന്നിയില്ല. പൊതുവേ ചൂട് കുറവായിരുന്നു.
പിന്നെ ഞങ്ങളിങ്ങനെ പോന്ന് കുറച്ച് ദൂരം പോന്നപ്പോഴത്തേന് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഒറ്റ ഇരിപ്പാകുമ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോരുന്നത്. പിന്നെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ കുറച്ച് നമുക്ക് ധൃതി പെട്ടെന്നും പോകാനും പോരാനൊന്നും പറ്റില്ല, കുറച്ച് സാവധാനമൊക്കെ വേണം കേട്ടോ. കുറച്ച് ചെറിയ കുട്ടികളും കൂടി ആകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൾക്ക് യൂറിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതാവും. അപ്പോൾ പിന്നെ സാവധാനം നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതാ ഞങ്ങൾ ഇപ്പോൾ നേരെ പോണത് റൂമിലേക്കാണ് കേട്ടോ. റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ ശുഭേട്ടൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഊട്ടി വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു റൂം എടുത്തിരുന്നു. മഞ്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പിന്നെ അണ്ണാമലൈ പിന്നെ കിന്നക്കോര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അവിടെ റൂം എടുത്തതിന് ശേഷം അണ്ണാമലൈ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് പോണത് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിക്കെന്നുള്ളൊരു കാഴ്ചകളാണ്, ഭയങ്കര ഭംഗി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പോരുമ്പോൾ ഇറങ്ങാമെന്നുള്ള പറഞ്ഞിട്ടാണ് പോരുന്നത്. അപ്പോൾ വരുമ്പോൾ ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതൊരു കൃഷി സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ആ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല താഴ്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിൽക്കുമ്പോഴൊക്കെ നല്ല സൂക്ഷിച്ച് തന്നെ നിൽക്കണം. പിന്നെ പറയാനുള്ളത് ഭംഗിയാണ്, നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഫോണിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കണ്ണിന് കണ്ട കാഴ്ച നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതാ വിജി അപ്പുറത്ത് പോയാണ്ട് ഒരു ഫ്ലവർ, ഈ ഫ്ലവർ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അത് കുറേ കാലം കേടുവരാതിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ പോയ കാലത്ത് ഇങ്ങനെ കുറച്ച് പൂവ് പറിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ കാലം കേട് വരാതെ അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ വന്നപ്പോൾ പറിച്ചെടുത്തതാണ് കേട്ടോ. കുറേ ഉണ്ട്, പിന്നെ കുറേ മതിലമുക്കൂടെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ പറിച്ചതായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ ആദ്യത്തെ ആളെ കണ്ടു കേട്ടോ, കാട്ടിപ്പോത്തിനെ കണ്ടു. ഫസ്റ്റ് തന്നെ അത് കുറച്ച് വിട്ടാണ് വീഡിയോ ഒന്ന് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ ആൾ തോന്നുന്നു കേട്ടോ. അത് വലിയ സൈസൊന്നും അല്ല, എന്നാലും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെ തന്നെ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മക്കൾക്കൊക്കെ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ അങ്ങോട്ട് പോകെ കാണുമെന്ന് വിചാരിക്കണേ. അപ്പം അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. പിന്നെയും പറയാണ്, കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആകാശം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, മേഘങ്ങളിങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോണ വഴിക്ക് കുറച്ചൊന്ന് ചാറി കേട്ടോ. നല്ല മഴയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പാറ്റി പോയിട്ടോ. ഞങ്ങൾ വിചാരിച്ചു ടൂറൊക്കെ പോകുന്നത് ഭയങ്കര കുളമാവുമെന്ന്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നനയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. പിന്നെയും തന്നെ ഞങ്ങൾ ഇതൊക്കെ യാത്രയിലിടയ്ക്ക് കാണുന്ന നല്ല ഭംഗി തോന്നിക്കുന്ന സ്ഥലങ്ങൾ നിർത്തിങ്ങാണ്ട് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ. കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കും, ഞാൻ വീഡിയോസ് എടുക്കും, അങ്ങനെ പോവാണ് കേട്ടോ. ഇതാ കണ്ടോ, പൂവൊക്കെ പിന്നെയും പറക്കുന്നുണ്ട്. കുട്ടികൾക്കും തന്നെ ഇതേപോലെ അങ്ങനെ കാഴ്ചകൾ കാണുമ്പോഴേ അവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്, മഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് റൂമിലേക്കാണ് ഈ പോണത്. റൂമല്ല, ഒരു വീട് തന്നെ കേട്ടോ, ചെറിയൊരു വീടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏട്ടന് ഇവിടെ അല്ല കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്, ഇത് പിന്നെ അവർ പുതുതായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടനൊക്കെ വേറൊരു സ്ഥലത്താട്ടോ നിന്നിട്ടുള്ളത്, അവരുടെ തന്നെയാണ് സംഭവം. എന്തായാലും ഇതാ കണ്ടോ, ജസ്റ്റ് ഒരു ഹാള്, പിന്നെ ഇതാണ് കിച്ചണ്, പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ടൊരു റൂമുണ്ട്, 2 റൂമുണ്ട്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇത് ബാത്റൂമാണ് കേട്ടോ, ഞാൻ റൂമാണ് വിചാരിച്ച് മണ്ടി ചെല്ലിയിരുന്നു ഓളെ പിന്നാലെ. ഇതാ കണ്ടോ, ഇതൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ 2 ബെഡുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ഹോട്ട് വാട്ടറിനെ കുറിച്ച്. ഇവിടെ നല്ല തണുപ്പല്ലേ, അപ്പോൾ വെള്ളത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ ഓണാക്കിയാൽ മതി, അവിടെ ഓട്ടോമാറ്റിക്കായിട്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ഇനി ഞങ്ങൾ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ എത്തിയപ്പോഴേക്കിന്. എന്നിട്ട് ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അണ്ണാമല പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ക്ഷേത്രമാണ്, പിന്നെ കാണാനുള്ള നല്ല വ്യൂ പോയിൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഇതാണ് കിച്ചണിൽ നമുക്ക് കുറേ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പാത്രങ്ങളുണ്ട്.
എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാവുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, നമുക്ക് അങ്ങനെ കാട്ടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട് ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റി, ഇഷ്ടമായി. പിന്നെ ഞാൻ യാത്രകളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, വഴികളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു 6 മണിയൊക്കെ ആവാൻ നേരത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അണ്ണാമലൈ. അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ കാണുന്നത് മയിലിനെയാണ് കേട്ടോ. മയിലിനെ കണ്ടിട്ട് മക്കളൊക്കെ ഉണ്ട് ഓടിപ്പോണം കേട്ടോ അതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് തന്നെയാണ് ഇയാൾ ഇരിക്കുന്നത്. അപ്പോൾ അയാളെ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ മക്കളൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി പറഞ്ഞു, ഇവരിങ്ങനെ കൊത്തും എന്ന് കരുതിയിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു, പോവണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പോയിക്കോ, കുഴപ്പമില്ല, കൊത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിന്നാലെ അങ്ങനെ ഓടിയതാണ്, എന്താ സംഭവം എന്നറിയില്ല. പിന്നെ കണ്ടോ ആ മോളിൽ കൂടെ വരുന്നുണ്ട് വേറെ കുറേ മയിലുകൾ കേട്ടോ. അപ്പോൾ ഇവിടുത്തവർക്കൊന്നും വലിയ ഇതൊന്നുമില്ല, സ്ഥിരം കാണുന്നതായതുകൊണ്ട് തന്നെ. നമ്മളെ നാട്ടിലും ഇപ്പം ഉണ്ട്, കുറേ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ മയിലിലെ. ഇത് പിന്നെ ആണാണ് കണ്ടോ, നല്ല സൗണ്ടിൽ അവർ സൗണ്ട് ഉണ്ടാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതൊക്കെ ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പ്ലേസും തന്നെ അടിപൊളി പ്ലേസാണ്, സൂപ്പർ പ്ലേസാണ് കേട്ടോ. കണ്ടോ പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ. ഇനി കുറച്ച് അങ്ങോട്ട് പോകണം, അമ്പലം ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിൻ്റെ അവിടേക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വണ്ടി ഞങ്ങളവിടെ നിർത്തിയിട്ടതാണ്. പ്രത്യേകിച്ച് കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത 6 മണിയാകുമ്പോഴത്തേന് ഇവിടെ നട അടയ്ക്കും കേട്ടോ, നട ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേന് കറക്റ്റ് 6 മണിക്കായിട്ടുണ്ട് എത്തിയപ്പോഴത്തേന്. ഈ ടൈം ആയപ്പോഴത്തേന് തന്നെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, നട അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തൊഴുകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കുന്നുംപുറം അങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഏട്ടൻ വന്നതുകൊണ്ട് ഏട്ടൻ അറിയാം കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ. ഇന്ന സമയത്ത് അടയ്ക്കും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, എന്തായാലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞു, തൊഴുകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾ പോയിട്ടോ, പ്ലേസ് കാണാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം, കുറേ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ കുറേ എന്താ പറയുക ഹൈറ്റിലാണെന്ന് അറിയാമല്ലോ. കണ്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, നട അടച്ചിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് സീനറി. ഇവിടുന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ എക്കോ അടിക്കുകയെന്നറിയില്ലേ, എക്കോ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് എക്കോ പറയണ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, പ്ലേസ് ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമാവും. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷിജിയേട്ടനൊന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി നോക്കിയിരുന്നു കേട്ടോ. അടിയിൽ കൂടെ വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്, അടിയിൽ കൂടെ അങ്ങനെ ഒരു അരുവി പോലെ പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വഴി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ കറക്റ്റ് അറിയില്ല. ഷിജിയേട്ടൻ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കി, അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. അത് പിന്നെ വിജി എടുത്ത വീഡിയോ ആണ്, ഞാനതൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൊതുവേ ആൾക്കാർ കുറവാണ് കേട്ടോ. 2-3 ആൾക്കാരുണ്ടായിരുന്നു, അല്ലാതെ ഒന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നട അടച്ചതുകൊണ്ട് പോയതാണോ എന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്പൂതിരി പറഞ്ഞു നട അടച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ തൊഴുതൊക്കെ പോയതായിരിക്കാം ആൾക്കാർ, എന്താ അറിയില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഒറ്റപ്പന്നി ഉണ്ട് കേട്ടോ പോണ് കണ്ടോ, ഒറ്റയാളാണ്. അപ്പോൾ ഞങ്ങളെ വണ്ടീനെ കണ്ടിട്ടാണ് തോന്നുന്നു ഓടി പോകുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങോട്ട് നടക്കാൻ പറഞ്ഞിട്ട് നടന്നിങ്ങനെ പോയിരുന്നു കേട്ടോ. അതിലിടയ്ക്കാണ് പോയത് കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ചിക്കനും പിന്നെ നെയ്ച്ചോറിനുള്ള അരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ലൈറ്റ് കുറവായിരുന്നു, ഭയങ്കര ലൈറ്റ് കുറവായിരുന്നു. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ ലൈറ്റ് കുറവല്ലേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിജി കുട്ടിക്ക് ഉണ്ടാക്കുകയായിരുന്നു, അവൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടിക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ ഫോണൊന്ന് കുത്തിവെച്ചു, കാരണം ഫോണിൽ ചാർജൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ.
അപ്പോൾ അതാ ഞങ്ങൾ മോളിക്ക് പോവുകയാണ്. മോളിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഷിജിയേട്ടൻ അങ്ങനെ പറയുമായിരുന്നു, കുറേശ്ശെ എടുത്താൽ മതി, മക്കളാണ് ആദ്യം കഴിക്കണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി, മോളിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ ഫുഡൊക്കെ തണുത്ത് പോവും, അപ്പോൾ കുറേശ്ശെ എടുത്താൽ മതി എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് തന്നെ കുറേശ്ശെ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചു. വേജീൻ്റെ ചെറിയ കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ആദ്യം കുട്ടികൾ കഴിച്ചാൽ അവർക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് പോരാലോ പറഞ്ഞിട്ടേ അങ്ങനെ ആദ്യം ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. എന്നതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ. തണുപ്പ് അറിയാം, നല്ല തണുപ്പൊന്നുമില്ല, ഉള്ളിലേക്ക് കയറിയ തണുപ്പ് കുറവാണ്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചുക്കുവെള്ളമൊക്കെ ഞങ്ങളവിടെ തിളപ്പിച്ച് പെട്ടെന്ന് എത്ര എളുപ്പം അറിയോ പിന്നെ ചൂട് ആറി കിട്ടിയത്, പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്, ഇത് ടെറസിൻ്റെ മോളാണ് കേട്ടോ. ഇവിടെ ലൈറ്റ് കുറവാണ്, എന്നാലും ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ലച്ചുമോളോട് എടുത്തോണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ആരുമില്ല കേട്ടോ പുറത്ത്. അതിനൊരു കാരണം കൂടിയുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ചെറിയൊരു ലൈറ്റിലാണെങ്കിലും ഞങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ താഴേന്ന് ഒരു കാർപ്പറ്റൊക്കെ എടുത്തുടന്ന് അങ്ങോട്ട് കുട്ടികളെ ഇരുത്താണ് കേട്ടോ. മറ്റേത് നിലത്തിരിക്കാൻ അവർക്ക് കഴിയില്ല, ഭയങ്കര തണുപ്പാണ്. കാവി തേച്ചതാണ് കേട്ടോ, ടൈലല്ല, കാവി തേച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര തണുപ്പാവും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട്. ചിക്കൻ പിന്നെ കുട്ടികൾക്ക് കൊടുത്ത് ഞങ്ങൾ അവരങ്ങോട്ട് താഴത്തേക്ക് പറഞ്ഞയച്ചിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അക്കമ്പോലെ അങ്ങനെ കഴിച്ചിരുന്നു. അപ്പോൾ അതാ കണ്ടോ, ആരുമില്ല കേട്ടോ പുറത്ത്, ഒറ്റ കുട്ടികളും ഇല്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കണത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു, 2 ഒന്നുമല്ല കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പോയി. ഇതാ കണ്ടോ, ഞങ്ങളെ റൂമിൻ്റെ തൊട്ട് താഴെയായിട്ട് വന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇവരെ കൂടെ ഉണ്ടായിരുന്നു, ഓല് കുറേ നേരത്തെ പോയി. അപ്പോൾ ഇവർ ഞങ്ങളെ കണ്ടതുകൊണ്ടോ ഞങ്ങളെ സൗണ്ട് കേട്ടതുകൊണ്ടോ അറിയില്ല, അവിടെ നിന്നു. അമ്മയും കുട്ടിയും അച്ഛനും ആണ് തോന്നുന്നു. അപ്പോൾ കുട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പിന്നെ പേടിയാണോ ദേഷ്യമാണോ എന്താ അറിയില്ല, അവരിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും തന്നെ ഭയങ്കര പേടിയായി സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടപ്പോഴേ, കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടപ്പോൾ അവരങ്ങനെ നിന്നതാണ് കേട്ടോ. പിന്നെ കുട്ടിയും കൂടി ഉണ്ടായപ്പോൾ ഭയങ്കര പേടിയായി. എന്തായാലും അടുത്ത് തന്നെ കണ്ടു കേട്ടോ സാധനത്തിന് എല്ലാവരും. ഇതാ കണ്ടോ, ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. മുകളിലായത് ഭാഗ്യം കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ അവരിതാ അങ്ങനെ മേലേക്ക് പോയിട്ടോ. ഞാൻ വിചാരിച്ചു ആ ബൈക്കൊക്കെ തട്ടിയിടുമെന്ന്, പക്ഷേ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. അവർ സൈലൻ്റായിട്ട് തന്നെ പോവുകയാണ്. ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുക തോന്നുന്നു. എന്തായാലും ഭയങ്കര രസമായി രാത്രി കേട്ടോ. കുട്ടികളൊക്കെ താഴെയായിരുന്നു, ശിബേട്ടുണ്ടായിരുന്നു കേട്ടോ താഴത്ത്. അപ്പോൾ ശ്രീലുമോളും മാമിയൊക്കെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ മുകളിലായിരുന്നു കേട്ടോ. മതിലൊക്കെ നന്നായിട്ട് മതിൽ പൊന്തിച്ച് കെട്ടിയിട്ടുമുണ്ട്, പിന്നെ അങ്ങനെ കമ്പി കൊണ്ട് കുത്തിയിട്ടും പിന്നെ അതേപോലെ തന്നെ കുപ്പിച്ചിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാവാം. ഡോറിനും തന്നെ നല്ല ഇരുമ്പിൻ്റെ ലോക്കും ഇരുമ്പിൻ്റെ വാതിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വീടിന്. ഇത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്, ചിലപ്പോൾ ഇതേപോലെ കാട്ടുമൃഗങ്ങളെ ശല്യം ഉള്ളതുകൊണ്ട് ആവും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം കേട്ടോ അടുത്ത ദിവസം. ഒക്കെ പാടെയാവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് 2 വീഡിയോ ആക്കി ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. ഇതന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഊട്ടിയിലത്തെ ഫസ്റ്റ് ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണാം. താങ്ക്